ഹായ് ഗായ്സ്, ഗലിപ്പുറം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 സിക്സ്ത് വീക്ക് എവിഷനിലേക്കുള്ള വോട്ടിംഗ് ആണ് ഇപ്പോൾ ഹോട്ട്സ്റ്റാർ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ട് സ്റ്റാറ്റസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ 13 മത്സരാർത്ഥികളാണുള്ളത്. 13 മത്സരാർത്ഥികൾ ഉള്ളത് കൊണ്ട് തന്നെ എവിക്ഷൻ വളരെ കടുകട്ടിയായിരിക്കും. അത് നിർണ്ണയിക്കാനുള്ള അവകാശം നിങ്ങൾക്കാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറത്തിന് വോട്ട് ചെയ്യുക, എന്നാൽ മാത്രമേ മത്സരാർത്ഥി ആകത്തുള്ളൂ. അതോടൊപ്പം വരുമണിക്കൂറിലെ കൃത്യമായ വോട്ടിംഗ് വിവരങ്ങളും ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള എല്ലാ ന്യൂസും അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ദയവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. എന്ന് ഉച്ചയ്ക്ക് 3 മണി വോട്ടിംഗ് ലിസ്റ്റിൽ ഒന്നാം പൊസിഷൻ അനിമോളാണ് തുടരുന്നത്. അനിമോൾ നല്ല രീതിയിലൊരു വോട്ടിംഗ് മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ അത്ര ഒരു വോട്ടിംഗ് ശതമാനം കയറിയിട്ടില്ല. ഇപ്പോൾ 6998 വോട്ട് നേടി ഒന്നാം പൊസിഷനാണുള്ളത്. രണ്ടാം പൊസിഷനിൽ അനീഷ് തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. അനീഷ് വമ്പിച്ച ഒരു പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അനിമോളിനോട് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാദ്യമായിട്ടാണ് ഒരു കോമണറിന് ഇത്രയധികം വോട്ട് ലഭിക്കുന്നത്. ഇപ്പോൾ 5322 വോട്ട് നേടി രണ്ടാം പൊസിഷനാണുള്ളത്. മൂന്നാം പൊസിഷനിൽ ആദിലയാണുള്ളത്. ആദിലയ്ക്ക് ഇപ്പം ചെറിയ രീതിയിലൊരു വോട്ടിംഗ് കുറവ് കണ്ടുവരുന്നുണ്ട്. എന്നിരുന്നാൽ കൂടെ മൂന്നാം പൊസിഷൻ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. 4509 വോട്ട് നേടിയാണ് മൂന്നാം പൊസിഷനുള്ളത്. നാലാം പൊസിഷനിൽ അക്ബറാണുള്ളത്. അക്ബറിൻ്റെ ബിഗ് ബോസ് ഹൗസിലത്തെ പ്രകടനത്തെ പോലെ തന്നെ വോട്ടിങ്ങിൽ നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. 4489 എന്ന കൂറ്റൻ വോട്ട് നേടി തൻ്റെ നാലാം പൊസിഷൻ നിലനിർത്താൻ അക്ബറിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അഞ്ചാം പൊസിഷനിൽ നെവിൻ തന്നെ തുടരുകയാണ്. നെവിൻ നേരത്തെ ആര്യനെ അട്ടിമറിച്ചുകൊണ്ട് അഞ്ചാം പൊസിഷനിൽ കയറിയതിനു ശേഷം പിന്നിലേക്ക് പോയിട്ടില്ല. ഇപ്പോൾ 4009 വോട്ട് നേടി അഞ്ചാം പൊസിഷൻ നിലനിർത്തിയിരിക്കുകയാണ്. ആറാം പൊസിഷനിൽ ആര്യനാണ് ഉള്ളത്. ആര്യൻ നേരത്തെ ഒരു മുന്നേറ്റം നടത്തിയെങ്കിലും ഇപ്പോൾ വോട്ടിംഗ് കുറഞ്ഞ് പിന്നിലായിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നെവിനുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 3600 വോട്ട് നേടി ആറാം പൊസിഷനാണുള്ളത്. ഏഴാം പൊസിഷനിൽ അഭിലാഷാണ് തുടരുന്നത്. അഭിലാഷ് തുടക്കത്തിൽ ഒന്ന് പതറിയെങ്കിലും അതിനുശേഷം ഒരു വോട്ടിംഗ് മുന്നേറ്റം നടത്തി ഏഴാം പൊസിഷനിൽ കയറി വന്നിട്ടുണ്ട്. ഇപ്പോൾ 3470 വോട്ട് നേടിയാണ് ഏഴാം പൊസിഷനിലുള്ളത്. എട്ടാം പൊസിഷനിൽ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നിട്ടുള്ള വേദലക്ഷ്മിയാണ് ഉള്ളത്. ബിന്നി സബാസിനെ അട്ടിമറിച്ചുകൊണ്ടാണ് വേദലക്ഷ്മി 3390 വോട്ടിൻ്റെ ബലത്തിൽ എട്ടാം പൊസിഷൻ പിടിച്ചെടുത്തിരിക്കുന്നത്. ഒമ്പതാം പൊസിഷനിലേക്ക് ബിന്നി സബാസൻ തള്ളപ്പെട്ട് പോയിരിക്കുകയാണ്. ഇതാദ്യമായിട്ടാണ് പിന്നിലേക്ക് വന്നിരിക്കുന്നത്. നല്ല രീതിയിലുള്ള വോട്ടിംഗ് കുറവ് കണ്ടുവരുന്നുണ്ട്. 3380 വോട്ടാണ് ഇപ്പോൾ നേടിയിരിക്കുന്നത്. വരും മണിക്കൂറിലുള്ള വോട്ടിംഗ് നിർണ്ണയമാണ്. പത്താം പൊസിഷനിൽ റന ഫാത്തിമ തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. റന ഫാത്തിമയ്ക്ക് ഇപ്പം പ്രേക്ഷക പ്രീതി കുറഞ്ഞതായിട്ട് കണ്ടുവരുന്നു. അതുകൊണ്ടാണ് വോട്ടിങ്ങിൽ ഇത്രയും കുറവ് വരുന്നത്. ഇപ്പോൾ 3009 വോട്ട് നേടി 10ാം പൊസിഷനിലാണ് ഉള്ളത്. 11ാം പൊസിഷനിൽ സാബുമാനാണ് ഉള്ളത്. വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നിട്ട് ബിഗ് ബോസ് ഹൗസിൽ ഒന്നും ചെയ്യാതിരിക്കുന്ന സാബുമാന് വോട്ടിങ്ങിലും അതുപോലെ തന്നെയാണ് വോട്ടിങ്ങിലും കുറവ് കണ്ടുവരുന്നുണ്ട്. 2890 വോട്ട് നേടി 11ാം പൊസിഷനിലാണ് ഉള്ളത്. 12ാം പൊസിഷനിൽ ആരും പ്രതീക്ഷിക്കാത്ത മസ്താനിയാണ് തുടരുന്നത്. മസ്താനിക്ക് ഇപ്പോൾ ചെറിയ രീതിയിലൊരു മുന്നേറ്റം കണ്ടുവരുന്നെങ്കിൽ കൂടെ ഒരു ഡേഞ്ചർ പൊസിഷനിൽ നിന്ന് മാറാൻ തക്ക വിധത്തിലൊരു വോട്ടിംഗ് ഇതുവരെയ്ക്ക് ആയിട്ടില്ല. ഇപ്പോൾ 2800 വോട്ട് നേടി 12ാം പൊസിഷനാണുള്ളത്. 13ാം പൊസിഷനിൽ പ്രവീണുള്ളത്. പ്രവീണിന് തീരെ വോട്ട് കുറവാണ്. പുറത്തു പോകാൻ ചാൻസ് കൽപ്പിക്കുന്ന മത്സരാർത്ഥികളിൽ ഒരാൾ കൂടിയാണ് പ്രവീൺ. ഇപ്പോൾ 2700 വോട്ട് നേടി 13ാം പൊസിഷനാണുള്ളത്. താങ്ക് യു.